ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ക്രോഷ്യ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫ്ലവറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള യാണ് ഗംഗാ ഡിസയറിൻ്റെ 100% അക്രിലിക് യാണാണ്. അതുപോലെ തന്നെ ഇതിന് മാച്ച് ആയിട്ടുള്ള ഹുക്ക് 4.0 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടണം. അപ്പോൾ ക്രോഷ്യ ബേസിക്കിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള യാണ് യൂസ് ചെയ്യുക, എന്നാലുള്ള നമുക്ക് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 6 ചെയിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയിൻ ആൻഡ് ബാക്കി 5 ചെയിനും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, ഫോർത്ത് ചെയിൻ, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ചെയിൻ. അങ്ങനെ നമ്മൾ 6 ചെയിൻ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഹുക്കിനെ ഈ ഒരു ഫസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക, കടത്തി കൊടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. എന്നിട്ട് നമ്മളിത് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിലൂടെയാണ് നമ്മളിനി ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഹുക്കിനെ ഹോളിൻ്റെ ഉള്ളിലൂടെ കടത്തി യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുത്തു. 2 ലൂപ്സ് കിട്ടി. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്തു 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യുക. ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അതിനായിട്ട് നമ്മൾ ഹുക്കിൽ യാണിനെ 2 തവണ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ കടത്തി യാൺ ഓവർ ചെയ്ത് പുറത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 4 ലൂപ്പ് കിട്ടും. ആദ്യം നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ വലിക്കുക. ഇനി സെക്കൻഡും നമ്മൾ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. വീണ്ടും 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ യാൺ ഓവർ ചെയ്ത് വലിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ അതിനെ ഒന്ന് അടുത്തേക്ക് വലിക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്, അങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം വലിക്കുക. സെക്കൻഡും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. ദെൻ തേർഡ് ടൈം. ഇനി നമുക്ക് ഒരു തവണ കൂടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. ഇതുവരെ ചെയ്തത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചാൽ നമുക്കത് അവിടെ കറക്റ്റ് അവിടെ കിട്ടും കേട്ടോ. യാൺ ഓവർ ചെയ്തു, ഹുക്കിനെ കടത്തി യാൺ ഓവർ ചെയ്ത് പുറത്തെടുത്തു. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. രണ്ടാമത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. മൂന്നാമത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. അപ്പോൾ നമ്മളെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെറ്റൽസിനെ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെയിൻ 1, ചെയിൻ 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കേട്ടോ. ഹുക്കിനെ കടത്തി യാൺ ഓവർ ചെയ്തെടുത്തു. വീണ്ടും യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. അപ്പോൾ ഇതേ നമുക്ക് ഫസ്റ്റ് പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സെയിം പാറ്റേൺ ആണ് നമ്മൾ ബാക്കി പെറ്റൽസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റലാണ് ഇട്ടത്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് പെറ്റൽ ചെയ്യാം. 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
ഈ ഒരു യാണിനെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ വർക്ക് ചെയ്യാത്ത യാണാണല്ലോ. അപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാൽ ആ യാൺ അവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് 2-3 പെറ്റൽസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ യാൺ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള പെറ്റൽസും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പെറ്റൽസിൻ്റെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 ചെയിൻ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഹുക്കിനെ കടത്തി യാൺ ഓവർ ചെയ്തിട്ട് യാണിനെ ഉള്ളിലേക്ക് എടുക്കാം. ഇനി ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെറ്റലിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ യാണിനെ കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ബാക്കിയുള്ള യാണിനെ കട്ട് ചെയ്ത് മാറ്റാണ്. അതിൻ്റെ തുമ്പത്ത് പോയിട്ടൊന്നും കട്ട് ചെയ്യരുത്. കുറച്ച് യാണിനെ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതേ ഈ ഒരു യാണിനെ ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് ആ യാണിനെ പിടിച്ചിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്കിത് ഈ ഒരു യാണിനെ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഹുക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ഓരോ പാറ്റേണിൻ്റെയും ഇടയിലൂടെ ഇതുപോലെ ഹുക്കിനെ കടത്തി കൊടുക്കുക. എന്നിട്ട് ആ യാണിനെ അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു യാണിനെ അവിടെ തന്നെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ കട്ട് ചെയ്ത് കളയരുത്. അപ്പം പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന സമയത്ത് പിന്നെ യാൺ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവറൊക്കെ സിമ്പിളായിട്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള റൗണ്ട് മാറ്റ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലവർ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.